പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി ഉൾപ്പെടെ ഇല്ലാതാക്കാൻ ഇറാനിലെ സുരക്ഷാ വീഴ്ചകളാണ് വഴിയൊരുക്കിയത്. ഇറാനിയൻ രഹസ്യങ്ങൾ മൊസാദിലേക്കും സിഐയിലേക്കും ചോരുന്നത് ഇറാന് തടയാനായില്ല. ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവരുന്നു. വ്യക്തമായ ലക്ഷ്യവും പൂർണ്ണഫലവും ഇല്ലാത്തതായിരുന്നു കഴിഞ്ഞ ജൂണിലെ 12 ദിന യുദ്ധം. എന്നാൽ ഇതിലൂടെ നിർണായക രഹസ്യ വിവരങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാര ഏജൻസികളുടെ കൈവശമെത്തി. ബങ്കറുകളിൽ ഒളിച്ചിരുന്ന ഇറാൻ ഉന്നതരുടെ വിവരങ്ങൾ അപ്പോൾ സിഐഎയ്ക്കും മൊസാദിനും ലഭിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സെൽഫോണുകൾ വഴി വിവരങ്ങൾ ചോർത്തി. ട്രാക്കിംഗ് ഇറാൻ തിരിച്ചറിഞ്ഞു. ഖമനയി അസ്വസ്ഥനായി. ചാരന്മാരെ തിരിച്ചറിയാൻ ഇറാൻ ഏർപ്പെടുത്തിയ രഹസ്യ സംഘത്തിന്റെ തലവൻ ഉൾപ്പെടെ വിവരം ചോർത്തി. സുരക്ഷാ ചോർച്ച വ്യക്തമായിട്ടും സംഘർഷം നിറഞ്ഞുനിന്ന ജനുവരിയിലും ഫെബ്രുവരിയിലും തിരുത്താൻ ഇറാനായില്ല. നേതാക്കളെ സുരക്ഷിതരാക്കാൻ പ്ലാൻ ബിയുമില്ല. ഖമനയിയുടെയും ഇറാൻ നേതാക്കളുടെയും ചലനങ്ങൾ സിഐഎയുടെയും മൊസാദിന്റെയും കൈവശം തത്സമയമെത്തി. പിന്നീട് 3 ഘട്ടമായി ആക്രമണം. ആദ്യ ലക്ഷ്യം ഖമനയി തന്നെ. മറ്റുള്ളവരെ ആക്രമിച്ചാൽ ഖമനയിക്ക് രക്ഷപ്പെടാൻ സമയവും സാഹചര്യവും ഒരുങ്ങുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ശത്രുവിന്റെ രാജ്യാതിർത്തി കടക്കാതെ ഇസ്രയേൽ F-15 യുദ്ധവിമാനത്തിൽ നിന്ന് ബ്ലാക്ക് സ്പാരോ മിസൈലുകൾ ടെഹ്റാനിൽ പതിച്ചു. ലക്ഷ്യസ്ഥലങ്ങൾ തകർന്നു. പിന്നാലെ ഇറാന്റെ മിസൈൽ വേദ സംവിധാനങ്ങൾ തകർത്തു. വ്യോമ പ്രതിരോധം തകർന്ന ഇറാന്റെ ആകാശത്ത് ഇസ്രയേലിന്റെ 200ഓളം യുദ്ധവിമാനങ്ങൾ നിരന്നു. ഒപ്പം അമേരിക്കയും ചേർന്നു. പടിഞ്ഞാറ് അമേരിക്കയും കിഴക്ക് ഇസ്രയേലും നിർണായക ലക്ഷ്യങ്ങളിൽ കടന്നുകയറി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.